നമസ്കാരം. എക്സിറ്റ് പോളുകളുടെ ചർച്ചകൾ തന്നെയാണ് ഇപ്പോഴും മാധ്യമങ്ങളിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്നലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നു തുടങ്ങിയ സമയം ഏകദേശം 6:30 മുതൽ തന്നെ എല്ലാ പ്രധാനപ്പെട്ട ദേശീയ മാധ്യമങ്ങളും എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടാൻ തുടങ്ങിയിരുന്നു. സാധാരണയായി, അതായത് മുൻ വർഷങ്ങളിലൊക്കെ തന്നെയും എക്സിറ്റ് പോളുകൾ സ്ഥിരമായി വീക്ഷിക്കുന്നവർക്കറിയാം, എല്ലാവരും തുടങ്ങുക ഉത്തർപ്രദേശിൽ നിന്നായിരിക്കും. ഉത്തർപ്രദേശ് പോലെയുള്ള ഒരു വലിയ സംസ്ഥാനം, 80 സീറ്റുകളുള്ള സംസ്ഥാനമാണ്. തീർച്ചയായും അതിനുള്ള രാഷ്ട്രീയ പ്രാധാന്യം വളരെ വലുതാണ്. ഉത്തർപ്രദേശ് ആര് പിടിക്കുന്നുവോ അവർക്കായിരിക്കും രാജ്യഭരണം എന്നൊക്കെ പലപ്പോഴും രാഷ്ട്രീയ നിരീക്ഷകർ പോലും പറയാറുണ്ട്. അങ്ങനെ ഒരു പാറ്റേൺ ആയിരുന്നു മുൻവർഷങ്ങളിലൊക്കെ കണ്ടിരുന്നത്. ഉത്തർപ്രദേശ് അല്ലെങ്കിൽ അതിനുശേഷം മഹാരാഷ്ട്ര, ബീഹാർ, ബംഗാൾ തുടങ്ങിയ വമ്പൻ സംസ്ഥാനങ്ങളുടെ കണക്കുകൾ പറഞ്ഞുകൊണ്ടായിരുന്നു ദേശീയ മാധ്യമങ്ങൾ അവരുടെ എക്സിറ്റ് പോൾ ഫലം ആരംഭിക്കുന്നത് തന്നെ. പക്ഷെ ഇന്നലെ അതിന് വലിയൊരു മാറ്റം കാണാൻ സാധിച്ചു. കാരണം ഇന്നലെ ദേശീയ മാധ്യമങ്ങൾ മുഴുവൻ ഭൂരിഭാഗവും എക്സിറ്റ് പോളുകൾ പ്രവചിച്ചു തുടങ്ങിയത് തെക്കേ ഇന്ത്യയിൽ നിന്നായിരുന്നു, പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു മാറ്റം ഉണ്ടായത് എന്ന ചോദ്യത്തിന് ഉത്തരം കൃത്യമാണ്. നമ്മൾ പലപ്പോഴും പറയാറുള്ള ഈ മിഷൻ സൗത്ത് ഇന്ത്യ, അത് ഉത്തരേന്ത്യയിലടക്കം വലിയ വാർത്താ പ്രാധാന്യം നേടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യൻ മാധ്യമങ്ങൾ ഏറ്റവും അധികം ഉറ്റുനോക്കുന്നത് BJPക്ക് ഒരിക്കലും കടന്നു കയറാൻ സാധിച്ചിട്ടില്ലാത്ത കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇക്കുറി അവർ നേട്ടമുണ്ടാക്കുമോ എന്നത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ നിന്നും പല ദേശീയ മാധ്യമങ്ങളും ഇന്നലത്തെ എക്സിറ്റ് പോൾ ഫലങ്ങൾ തുടങ്ങിയത്. അതിന് തൊട്ട് പിന്നാലെ വന്ന റിസൾട്ടും നമുക്കറിയാം. ഭൂരിഭാഗം പേരും NDA അക്കൗണ്ട് തുറക്കുമെന്ന് തന്നെയാണ് പ്രവചിച്ചിരിക്കുന്നത്. മാത്രമല്ല, ABP ന്യൂസ് അടക്കമുള്ള ചില ദേശീയ മാധ്യമങ്ങൾ കേരളത്തിൽ CPM വട്ടപൂജ്യമാകുമെന്നുകൂടി പറഞ്ഞിരുന്നു. ഇങ്ങനെയുള്ള പല നിരീക്ഷണങ്ങളിലേക്കും കടക്കാൻ ഈ ദേശീയ മാധ്യമങ്ങളെ പ്രേരിപ്പിച്ചത് BJP ഈ സൗത്ത് ഇന്ത്യക്ക്, പ്രത്യേകിച്ചും കേരളത്തിന് കൊടുക്കുന്ന പ്രാധാന്യം കൊണ്ട് തന്നെയാണ്. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന് അവർ നിരന്തരം പറയുന്നതിന്റെ കാരണവും ഇതൊക്കെ തന്നെയാണ്. നമുക്കറിയാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJP പ്രവർത്തകരുമായി തെരഞ്ഞെടുപ്പിന് മുൻപ് ചേർന്ന പ്രധാനപ്പെട്ട 2 യോഗങ്ങളുണ്ട്. ഈ 2 യോഗങ്ങളിലും അദ്ദേഹം ഏറ്റവും ഉറപ്പിച്ച് പറഞ്ഞ സംസ്ഥാനം കേരളമായിരുന്നു. കേരളത്തിൽ കടന്നു കയറിയേ പറ്റൂ എന്നുള്ള പരാമർശം മോദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. രാജ്യത്തിന്റെ മറ്റേത് സംസ്ഥാനത്തു നിന്നും എത്രയധികം വോട്ടുകൾ സ്വന്തമാക്കിയാലും, എത്രയധികം സീറ്റുകൾ സ്വന്തമാക്കിയാലും അത് മതിയാവില്ല. മറിച്ച് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് BJP പാടെ എഴുതി തള്ളി എന്നൊക്കെ പലപ്പോഴും രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ വിധി എഴുതിയിരിക്കുന്ന കേരളത്തിൽ ഒരു സീറ്റിലെങ്കിലും ജയിക്കണം എന്നുള്ള കർശനമായ നിർദ്ദേശം മോദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിനനുസരിച്ച് തന്നെയായിരുന്നു കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ മുഴുവൻ ഏകോപിപ്പിച്ചത്. നമുക്കറിയാം, ഇത്തവണയും സംസ്ഥാന നേതൃത്വത്തിന്റെ പങ്ക് വളരെ വിരളമായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായി പത്മജ വേണുഗോപാലിനെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ അനിൽ കെ ആന്റണിയെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നതും മറ്റും ദേശീയ നേതൃത്വം നേരിട്ട് തന്നെയായിരുന്നു. ദേശീയ നേതൃത്വം അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്ത ശേഷം ഒരുപക്ഷെ മാധ്യമങ്ങളിലൂടെ തന്നെ ആയിരിക്കണം കേരള നേതൃത്വം ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുക. അത്ര കണ്ട് പ്രാധാന്യം കേരളത്തിന് ദേശീയ നേതൃത്വം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ സസൂക്ഷ്മം ഇവിടെ ഓരോ നീക്കങ്ങളും നടത്തിയത്. അതിന്റെ ഫലമായി തന്നെയാണ് ഇന്നലത്തെ എക്സിറ്റ് പോളുകളിൽ കേരളം വല്ലാതെ നിറഞ്ഞു നിന്നതും. ന്യൂസ് ഡെസ്ക്, INCITY മലയാളം.